ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇവിടെ ലുലുവിൽ വന്നേക്കുവാണ് കേട്ടോ. ഒരു ചെറിയൊരു ക്രിസ്മസ് കറക്കം ലുലുവിലാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് നല്ല വെള്ള നിറത്തിലുള്ള ക്രിസ്മസ് ട്രീ ആണ്. പക്ഷെ അത് ജോസ്കോ ജ്വല്ലേഴ്സിനകത്താണ്. എന്നാലും കുഴപ്പമില്ല, ക്രിസ്മസ് അല്ലേ. ക്രിസ്മസ് ട്രീ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അടുത്തത് പോയി മാക്ഡൊണാൾഡ്സിലേക്കാണ്. നല്ലൊരു ക്രിസ്പി ബർഗർ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് റോളോ ഫ്രൂട്ടിലേക്കാണ്. എനിക്ക് തോന്നുന്നു ഈ റോൾ ഐസ്ക്രീം ലുലു മാളിലൊരു ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ് ഇല്ലേ. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഞാനിവിടെ വാങ്ങിച്ചത് കോക്കനട്ട് ആൻഡ് നട്ട്സിൻ്റെ റോളോ ഐസ്ക്രീമാണ്. അപ്പോൾ ആദ്യം ഈ ഒരു തണുത്ത് നല്ല ചിൽഡായിട്ടിരിക്കുന്ന കല്ലാണ്. അതിനകത്തേക്ക് കുറച്ച് നട്ട്സിൻ്റെ പൊടി, ബദാം, പിസ്ത, വാൾനട്ട് ഇതിൻ്റെയൊക്കെ പൊടിയാണെന്ന് തോന്നുന്നു, അതാണ് ഇട്ടേക്കണത്. അതിൻ്റെ അകത്ത് അവർ ഒഴിക്കുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു തരം സിറപ്പാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കോക്കനട്ട് ആൻഡ് നട്ട്സ് ആണല്ലോ പറഞ്ഞതെന്ന് ചോദിച്ചു. പറഞ്ഞു ഇതിലിങ്ങനെയാണ്, ഇത് ആ ഒരു ടേസ്റ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇത് മിൽക്ക് മെയ്ഡും പാലും കൂടി ചേർന്നൊരു മിശ്രിതമാണ്. ഇത്തിരി കുറുകിയ ഒരു സിറപ്പ് പോലെയാണ് കേട്ടോ. ഈ ഒരു വെള്ളയിലത് ക്രീം കളർ അത് ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം അവർ വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം അതൊന്ന് ചെറുതായിട്ട് കട്ടിയാവണം, എന്നാൽ മാത്രമേ അവർക്ക് ബാക്കി ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്താലോ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. തണുത്ത ആ ഒരു കല്ലിലേക്ക് ഒഴിച്ചേക്കുന്നതുകൊണ്ട് അതങ്ങനെ കട്ടിയായി കേട്ടോ. അവരുടെ പണിയായുധങ്ങൾ രണ്ടും എടുത്തു. എന്നിട്ട് ഇനി ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യുമോ നോക്കിക്കോ. ആ നട്ട്സും ബട്ടർ സ്കോച്ചിൻ്റെ സിറപ്പും മിൽക്ക് മെയ്ഡും പാലും എല്ലാം കൂടി നല്ല തണുത്ത് മരവിച്ചിരുന്ന കല്ലിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് ഒന്നിങ്ങനെ കുറുകി ഒന്നുകൂടി ഇങ്ങനെ ഹാർഡായി വരുവാണ് കേട്ടോ. കണ്ടോ? നല്ല ഈക്വലായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതേ കട്ട് ചെയ്യുവാണ്. ഒരു 3-4 പീസായിട്ട് കട്ട് ചെയ്തു. ഈ സമയമെല്ലാം അത് തണുത്ത് മരവിച്ച് ആ ഒരു ട്രേയുടെ മുകളിൽ അങ്ങനെ ആ ഒരു ഷീറ്റ് പോലെ അതിങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ ഇവർക്ക് ചുരുട്ടിയെടുക്കാൻ പറ്റും. അതാണ് റോൾ ഐസ്ക്രീം, റോള് പോലെ ചുരുട്ടിയെടുക്കുന്നത്. അതൊക്കെ കണ്ടോ കേട്ടോ. കണ്ടോ, 4 റോൾസ് ആയിരുന്നു. നമ്മുടെ പായൊക്കെ ചുരുട്ടി വയ്ക്കുന്ന പോലെ 4 റോൾസാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാനീ വാങ്ങിച്ചേക്കുന്ന കോക്കനട്ട് ആൻഡ് നട്ട്സ് ആണ്. മോള് വാങ്ങിച്ചത് സ്ട്രോബെറി ആണ്. അത് കൂടാണ്ട് അവിടെ ഒരുപാട് ഫലം, ഡയറി മിൽക്കിൻ്റെ ഉണ്ട്, കിറ്റ് കാറ്റിൻ്റെ ഉണ്ട്, അതുപോലെ കിവി ഉണ്ട്, ഒരുപാട്. പിന്നെ ഇത് നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ട്രൈ ചെയ്യാൻ. ഞാനിപ്പോൾ ഇതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്.
അതിൻ്റെ മുകളിലൊരു ബിസ്ക്കറ്റ് പോലെ വേഫേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബട്ടർ സ്കോച്ചിൻ്റെയും കോക്കനട്ടിൻ്റെയും കൂടി സിറപ്പ്. ഇത്രയും ഒഴിച്ചു. എന്നോട് ഈ സ്പ്രിങ്കിൾസ് വേണമെന്ന് ചോദിച്ചു, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറാൻ. അപ്പം ഞാനത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. എനിക്കൊന്ന് കുട്ടികൾക്കത് കൂടുതൽ ഇഷ്ടമാവും. മോളത് വാങ്ങിച്ചു കേട്ടോ, സ്ട്രോബെറിയുടെ റോൾ ഐസ്ക്രീം മുകളിൽ വിതറാനായിട്ട്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. ഇതാ എനിക്ക് സ്പൂണൊക്കെ ഇട്ട് തന്നു. ഇതാ നോക്കൂ സെർവ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന്. അടിപൊളിയല്ലേ കാണാനായിട്ട്. നല്ല 4 ഇങ്ങനെ പായ ചുരുട്ടി വെച്ചേക്കണ പോലെ നല്ല അടിപൊളി. ആദ്യം ടേസ്റ്റ് ചെയ്യാൻ വന്നത് ദേവു തന്നെയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും എനിക്കതൊന്ന് കഴിച്ചിട്ടുണ്ടാവും. ലുലുവിൽ ഇത് ഉള്ളതാണല്ലോ, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും കഴിക്കാതെ ഉണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് ഫൺ സിറ്റിയിലേക്ക് വന്നു. അവിടുന്ന് ഇങ്ങനെ കറങ്ങുന്നൊരു ഇതുണ്ട്, അതിൽ മുകളിൽ കയറി. അപ്പോൾ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ബമ്പർ കാറിൽ കയറി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കയറി. പണ്ട് മലമ്പുഴ ഫാൻറ്റസി പാർക്കിൽ പോകുമ്പോഴാണ് ഇതിൽ കയറിയിട്ടുള്ളത്. ഇപ്പോൾ ലുലുവിൽ ഇതെല്ലാം കൊണ്ട് എനിക്ക് അവിടെ പോകുമ്പോൾ ഞാൻ ഇതിൽ കയറാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അടിപൊളി ഫണ്ണായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു. ഇതേ നോക്കൂ, മുകളിൽ ഫൺ സിറ്റിയുടെ മുന്നിൽ നോക്കുമ്പോൾ ലുലുവിൽ ക്രിസ്മസ് കാഴ്ചയാണ് ഈ കാണുന്നത്. ഫുൾ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൂടുതൽ നല്ലൊരു ക്രിസ്മസ് ബെല്ല് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ സാന്താക്ലോസിനെ അങ്ങനെയൊന്നും കണ്ടില്ല, ക്രിസ്മസ് ട്രീ ഒന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറിയില്ല. അപ്പോൾ ഇതാണ് ഞാനിവിടെ കണ്ട ക്രിസ്മസ് കാഴ്ച. നല്ല ലൈറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ മൊബൈലിനെ എടുത്തപ്പോൾ ഇതിപ്പോൾ ഞാൻ അറിയാത്താണെന്ന് അറിയില്ല. നല്ല ബെല്ലിന് ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ക്രിസ്മസ് ട്രീനോ സാന്താക്ലോസിനെ അവിടെ ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആവാനായിട്ട് ഇനിയും ഏകദേശം ഒരാഴ്ച ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും കാണാത്തതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ.